ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്നത്തെ ഒരു ഫുൾ ഡേ മെനു കാണാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ റാഗി ചപ്പാത്തിയും ഒരു പനീർ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പനീർ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ബേ ലീഫ്, ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു സവാള അരിഞ്ഞതും 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കുറച്ച് കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 കശുവണ്ടി കൂടിയുണ്ട്, അതുകൂടി ചേർത്ത് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് റാഗി ചപ്പാത്തി ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റാഗി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത റാഗിപ്പൊടിയാണ്. റാഗിപ്പൊടി മാത്രം ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും റാഗി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പകുതി ഗോതമ്പ് പൊടിയും പകുതി റാഗിപ്പൊടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അതേ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് റെഡിയായി. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിനു മുമ്പേ നമുക്ക് കറി ബാക്കിയൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തതൊക്കെ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം പാൻ തന്നെ നമ്മൾ വീണ്ടും ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരപ്പോ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് പനീർ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായി 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും ഒരു 1/2 ടേബിൾ സ്പൂൺ പാൽപ്പാടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്രീം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പാൽപ്പാട ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ ക്രീമൊന്നും വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കറി അത്യാവശ്യം തിക്കായിട്ടാണ് ഉള്ളത്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാകും. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പരത്തി ചുട്ടെടുക്കാം. ഈ ഒരു മാവിൽ നിന്ന് കുറേശ്ശെയായി ഉരുളയുണ്ടാക്കി നമ്മൾ സാധാരണ ഗോതമ്പ് ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഈ ഒരു റാഗി ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ ഗോതമ്പിൻ്റെ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്ത് ഇനി ഇത് നമുക്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ പരത്തിയെടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള റാഗി ചപ്പാത്തിയും പനീർ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഈ ഒരു റാഗി ചപ്പാത്തി. നമ്മുടെ ഗോതമ്പ് ചപ്പാത്തി പോലെ തന്നെ ഒട്ടും ഹാർഡല്ല. അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് ചപ്പാത്തിയുടെ കൂടെ കൂട്ടിക്കഴിക്കുന്ന ഏതൊരു കറിയും ഈ ഒരു റാഗി ചപ്പാത്തിയുടെ കൂടെയും കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചപ്പാത്തിക്ക് കളറിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ടേസ്റ്റിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പനീർ കറി കൂടി കൂട്ടി കഴിക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് പണിയൊക്കെ എടുത്ത് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ലഞ്ച് വളരെ എളുപ്പത്തിലുള്ള ഒരു ലഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇതിന് 3 പേർക്ക് വേണ്ടിയുള്ള ഒരു ലഞ്ചാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് പിള്ളേരും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3 പേർക്കുള്ള ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ചൂടാകുമ്പോൾ ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാള നമ്മൾ വഴറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും അതിൻ്റെ ഒരു പച്ചക്കുത്തൽ മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. ആ ഒരു മസാലപ്പൊടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ട നമുക്ക് സാധാരണ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ചിക്കിയെടുക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം ചിക്കിയെടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ മുട്ട നന്നായിട്ട് ചിക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് വേവിച്ച റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീര റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും എടുക്കാം. ഈ ഒരു റൈസിൽ നമ്മൾ വേവിക്കുമ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മുകളിൽ വിതറി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ലഞ്ചും റെഡിയായി. ഇനി നമുക്ക് ഡിന്നറിന് എന്താണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ഡിന്നറും നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഏകദേശം ഒരു 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇതുപോലൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ആപ്പിൾ കൂടി ഗ്രേറ്റ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു സാലഡിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഏകദേശം 1/2 കഷ്ണം ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഏകദേശം 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാൻ. ഇത് ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല, അപ്പോൾ അത് വെള്ളമായി പോകും. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒറഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ആ ക്യാരറ്റിലും ആപ്പിളിലും ഒക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കുറച്ച് ഉണ്ടാക്കാൻ പണിയുണ്ടായിരുന്നുള്ളൂ. ലഞ്ചും ഡിന്നറും വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കിയത്.
അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.